ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള മാരിയമ്മൻ കോവിലിൽ മാരിയമ്മ പൊങ്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ലാസ്റ്റൊക്കെ അഗ്നിച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, പ്രാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പുഷ്പാലങ്കാരവും അതുപോലെ തന്നെ ദേവീനെ അലങ്കരിക്കലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണി 5:30 ആ ടൈമിൽ ഗണപതി ഹോമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൻകുട്ടൻ ചെറുതായതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് പോയില്ല. അപ്പോൾ ഒരു 7 മണി 7:30 ടൈമിലാണ് അവനെയും കൂട്ടിയിട്ട് അമ്പലത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഗണപതി ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഉള്ളിൽ പുഷ്പം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉള്ളിൽ മാത്രമല്ല, അമ്പലം മുഴുവനായിട്ടും പുഷ്പാലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ദേവിക്ക് അഭിഷേക പൂജയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാലഭിഷേകം, പിന്നെ തൈരാഭിഷേകം, അങ്ങനെ എല്ലാ അഭിഷേകങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളിലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്ത് പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അമ്മ ആ സമയത്ത് കോലം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ നമ്മളിടുന്നത്, അല്ലെങ്കിൽ പച്ചരി അരച്ചിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം അഭിഷേക പൂജയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലത്തെ മേൽശാന്തി തന്നെയാണ് കേട്ടോ ഇവിടെ അഭിഷേക പൂജ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് രാവിലെ ഗണപതി ഹോമം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും സൈഡിലായിട്ട് നിന്നു. അപ്പോൾ ദേവിക്ക് അഭിഷേക പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഭിഷേക പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദേവിക്ക് പട്ടൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പുറത്ത് കറുപ്പുസ്വാമി ഉറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും അമ്മയുടെ വീട്ടിൽ നടக்கிறീங்க மக்க மன்னிப்பு கேட்கணும். எல்லா மக்களும் என் கண்ணில வந்து மன்னிப்பு கேட்டு அம்மனை வாயெல்லாம் அம்ம வருவேன், அம்மன் வர மாட்டேன். புரிஞ்சுதா? அம்மனை வீடு நடக்கிறீங்களா நீங்க? அம்மன் இல்லாம மக்கட்டுமா? அப்படின்னு அம்மனை வீடு நடக்கிறீங்க. அம்மன் வேண்டாமா? மக்களுக்கு அம்மன் வேணுமா? மக்கள் வீடு நடக்கிறீங்க. எனக்கு உத்தரவு இல்லாம எனக்கு உத்தரவு வேணுங்க. எனக்கு உத்தரவு இல்லாட்டி ஒண்ணு நடத்த முடியாது. உத்தரவு கொடுங்க. உத்தரவு இல்லாம நடத்திருக்கிறீங்க. எனக்கு உத்தரவு இல்லாம யாரும் ஒண்ணும் பண்ண முடியாது. எனக்கு மீறி நடந்ததுன்னா அம்மா கோவப்பட்டு இதுக்கு தாங்க மாட்டீங்க மக்களே. அம்மனை கோவப்படுத்தி பார்க்காதீங்க, அம்மனை திட்டி பார்க்காதீங்க. திட்டி பார்த்தா மக்கள் தாங்க மாட்டீங்க மக்களே. അങ്ങനെ അഭിഷേക പൂജയൊക്കെ കഴിഞ്ഞു, കറുപ്പുസ്വാമി ഉറയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂക്കുഴി വെട്ടുന്നതിന് തുടങ്ങുള്ളൂ. അപ്പോൾ ഒരു 11 മണി 11:30 ടൈം ആകുമ്പോഴേക്കും പൂക്കുഴിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതിൽ മണ്ണ് കൊണ്ട് ഒന്ന് ജസ്റ്റ് മെഴുകണം, ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അതിൽ നമ്മൾ ചാണകമൊക്കെ വൈകിട്ടാകുമ്പോഴേക്കും തേച്ചിട്ട് അതിൽ കോലമൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വൈകുന്നേരം ആ സമയത്താണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോഴേക്കും മണ്ണ് കൊണ്ട് നമ്മൾ നന്നായി മെഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞതും ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു അതിന്. 7 മണി ആയതോടുകൂടി നമ്മുടെ വീടിന് അടുത്തുള്ള എല്ലാവരും സ്ത്രീകളൊക്കെ താലം എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള കല്ലേപ്പുള്ളിയിലുള്ള ചേർമ്പക്കാവിലേക്ക് പോയിട്ടുണ്ട്. ഇനി അതിന് ശേഷം അവിടുന്ന് ദേവീൻ്റെ മുഖവും എല്ലാം എടുത്തിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് വരും. അപ്പോൾ വാദ്യമേളത്തോടു കൂടിയാണ് അവർ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടാവും, കറുപ്പുസ്വാമി ഉറയിലുണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ പൂക്കുഴിക്കുള്ള അഗ്നി വളർത്തലും എല്ലാം അതിന് ശേഷമാണ് ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ കല്ലേപ്പുള്ളിയിൽ നിന്ന് നേരെ അമ്പലത്തിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ
അപ്പോൾ അങ്ങനെ താലം എടുത്തവരൊക്കെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കറുപ്പസ്വാമി ഉറയുന്നു കേട്ടോ. പൂക്കുഴിക്കുള്ള അഗ്നി വളർത്തലാണ്. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി പുലർച്ചെ ആകുമ്പോഴേക്കും ഈ വിറകെല്ലാം കത്തിയിട്ട് കനലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നിരത്തിയിട്ട് ഇതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ കുംഭം എടുത്തിട്ട് വരുന്നവർ ഇറങ്ങുക. അപ്പോൾ അതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. പൂക്കോഴി വളർത്തലും പിന്നെ അതിൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ പുലർച്ചെ പച്ചമാവ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമാവ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് പാവാക്കി എടുക്കണം. അപ്പോൾ ഇത് പച്ചരി നമ്മൾ മുമ്പ് കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ പാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് മാവൊക്കെ തയ്യാറാക്കുക. പിന്നെ ഇത് പുലർച്ചെ പൂക്കുഴി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ മാവിളക്ക് എടുക്കുക. അപ്പോൾ മാവിളക്ക് ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഉരുളയായിട്ട് പിടിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷേപ്പായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാവിളക്ക് റെഡിയാകാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു 3 കിലോ അരിയാണ് നമ്മൾ മാവിളക്ക് എടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബെല്ലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ മാവിളക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മാവിളക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാവിളക്ക് എടുക്കുന്ന സമയത്ത് ഒരു പിടി മാവും വെക്കും. അപ്പോൾ അത് നമ്മൾ അമ്പലത്തിലേക്ക് പൂജയ്ക്കായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മാവിളക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കുത്തുന്ന പൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെണ്ടുമല്ലീൻ്റെ അത് വെച്ചിട്ടാണ് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പിടിമാവ് അത് നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കും കേട്ടോ പൂജ കഴിയുമ്പോൾ. അങ്ങനെ ഇത് പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവർ കുംഭം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഗായത്രി പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുലർച്ചെയാണ്, ഒരു 4 മണി 4:30 ടൈമാണ്. അപ്പോൾ ദേവീനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ കുംഭം നിറച്ച് കഴിഞ്ഞിട്ട് നേരെ പൂക്കുഴിയിൽ വന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിന് അപ്പോൾ രാത്രി പൂക്കുഴിക്ക് വേണ്ടിയിട്ട് കത്തിച്ച വിറകുകളൊക്കെ ഇപ്പോൾ കനലായിട്ടുണ്ട്. അപ്പം നല്ല കനലാകാതെ കിടക്കുന്നതൊക്കെ അവരൊന്ന് മാറ്റിയിടും. അതിന് ശേഷം കുംഭം നിറയ്ക്കാൻ പോയവരിന്ന് ഒരാൾ വന്നിട്ട് പൂജ കഴിച്ചതിന് ശേഷമാണ് ഈ കനലുകളൊക്കെ നിരത്തുക കേട്ടോ. അപ്പോൾ ഈ നിരത്തിയതിന് ശേഷമാണ് അവർ കുംഭം കൊണ്ട് വന്നിട്ട് ഇറങ്ങുക. അപ്പോൾ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു, ഫ്രണ്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ വേപ്പില പിടിച്ചിട്ടാണ് ആ കനലുകളൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ അവർ വരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനലുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെളിഞ്ഞ് കാണണം, എങ്കിൽ മാത്രമാണ് കാലൊക്കെ പൊള്ളാതിരിക്കുകയുള്ളൂ. അപ്പോൾ
പൂജ കഴിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുമ്പെടുക്കാൻ പോയതെന്ന് ഒരാളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൂജ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പൂജ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കനലൊക്കെ ഒന്ന് നിരത്തിയിട്ട് അവർക്ക് ഇറങ്ങാൻ പാകത്തിൽ ആക്കുള്ളൂ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ നിരത്താൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ചൂടുണ്ടാവും മുഖത്തേക്ക്. അപ്പോൾ അവർ മുളയിൻ്റെ പോലെയുള്ള ആ ഒരു വടി കൊണ്ടാണ് എല്ലാവരുടെയും നിരത്തുണ്ടായിരുന്നു കേട്ടോ. ഇനി നിരത്തി കഴിഞ്ഞതിന് ശേഷം മുറം വെച്ചിട്ട് നന്നായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് കനൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങുള്ളൂ. അപ്പോൾ മുഖത്തേക്ക് ആവി അടിക്കാതിരിക്കാൻ അവർ വേപ്പിലയും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിരത്തി കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് കനൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കുഴിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് അങ്ങനെ പൂക്കുഴി ഇറങ്ങലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ നല്ലോണം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കുഴി ഇറങ്ങാൻ കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് ഒരു 5-5:30 ടൈമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 6 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവിളക്ക് എടുക്കാനും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാവിളക്ക് എടുത്തിട്ട് നേരെ ചെറുമക്കാവിലേക്ക് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് മുകളിലൊക്കെ പോയിട്ടാണ് അമ്പലത്തിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അതിൻ്റെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഗംഭീരമായിട്ടുള്ള ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനി ഉച്ചയ്ക്ക് പൊങ്കൽ പൂജയും പിന്നെ വൈകിട്ട് മഞ്ഞ നീരാട്ടും കൂടി കഴിഞ്ഞാൽ പൊങ്കലിൻ്റെ പരിപാടികളൊക്കെ അവസാനിച്ചു എന്ന് പറയാം കേട്ടോ. അങ്ങനെ മാവിളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് അപ്പോൾ അങ്ങനെ പൊങ്കൽ പൂജയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ തന്നെയാണ് പൊങ്കലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് അധികം പേര് തന്നെ പൊങ്കൽ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിറകും പട്ടയും അതുപോലെ തന്നെ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊങ്കലൊക്കെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ പൊങ്കൽ പൂജയും അതുപോലെ തന്നെ കാവ് ചോറ് എറിയലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മഞ്ഞ നീരാട്ടും കൂടിയാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊങ്കലൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവരുടെയും പൊങ്കൽ പൂജിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ, പഴം, വെല്ലം അതുപോലെ തന്നെ ചന്ദനത്തിരി അതൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടെ വെച്ചിട്ടുള്ളത് പൂജിക്കാനായിട്ട്. അങ്ങനെ ഓരോരുത്തരുടെയും പൊങ്കലാണിത്. അപ്പോൾ പൊങ്കൽ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തായിട്ട് ഉടുക്കടിപ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻവിക്കുട്ടൻ വേഗം അവരുടെ മടിയിൽ സ്ഥാനം പിടിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അവനങ്ങനെ പരിചയക്കേടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ അവൻ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവർക്കങ്ങനെ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ അവനെ മടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഈ സമയത്തുള്ളിൽ പൊങ്കൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കൽ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പോൾ കാവുചോറ് എറിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പൊങ്കലിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ കാവുചോറ് എറിയണത് നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പൊങ്കലെടുത്തിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോൾ 2 കുംഭങ്ങളും കൊണ്ട് മഞ്ഞനീരാട്ടിന് വേണ്ടിയിട്ട് ഗായത്രി പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും വന്നിട്ട് പൂജ കഴിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ.